ഞങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചർ. സന്തോഷത്തോടൊപ്പം അല്പം വിഷമത്തോടു കൂടിയാണ് ഞങ്ങൾ ഇന്നിവിടെ നിൽക്കുന്നത്. എന്തെന്നാൽ ഒരു പ്യൂപ്പയായി പതുങ്ങിക്കിടന്നിരുന്ന ഞാനടക്കം എത്രയോ വിദ്യാർത്ഥികളെ പൂമ്പാറ്റകളാക്കി മാറ്റിയ സ്നേഹനിധിയായ ഞങ്ങളുടെ പ്രിയ ടീച്ചർ ഇന്ന് 29 വർഷത്തെ തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങുകയാണ്. ഇന്ന് എഴുതുന്ന എൻ്റെ ഓരോ അക്ഷര ചങ്ങാതിമാർ പോലും ടീച്ചറുടെ വരദാനമാണ്. പാഠ്യവിഷയങ്ങൾക്കപ്പുറം നന്മയുടെ പൊൻവിത്തുകൾ ഞങ്ങളിൽ പാകിയ പ്രിയ അധ്യാപിക. അമ്മയുടെ ചുംബനം പോലെ സ്നേഹമായിരുന്നു ടീച്ചർ അമ്മയുടെ കുഞ്ഞു കുഞ്ഞടികൾ. അച്ഛൻ്റെ കാർക്കശ്യം പോലെ നിഷ്കളങ്കമായിരുന്നു അങ്ങയുടെ സൗമ്യമായ സാരോപദേശങ്ങൾ. കബീർദാസിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഗുരുവും ഈശ്വരനും ഒരേ സമയം എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടാൽ ഞാൻ ആദ്യം ഗുരുവിനെ വന്ദിക്കും. കാരണം ഗുരുവാണ് എനിക്ക് ദൈവത്തെ കാണിച്ചു തന്നത്. അതെ, നമ്മുടെ ശീലമ്മ ടീച്ചറും നമുക്ക് ദൈവതുല്യയാണ്. ഹൃദയം ഹൃദയത്തോട് പറയുന്ന സ്നേഹത്തിൻ്റെ മന്ത്രസ്വരം ടീച്ചറിൽ നിന്നാണ് നമുക്ക് ലഭിച്ചത്. ടീച്ചറുടെ ഓരോ ക്ലാസ് കഴിയുമ്പോഴും പുതുതായി എന്തോ ലഭിച്ച എന്ന് ഓരോ വിദ്യാർത്ഥികൾക്കും തോന്നുന്ന, അടുത്ത ക്ലാസ്സിനായി കാത്തിരിക്കുന്ന മാന്ത്രികതയുണ്ട് ടീച്ചർക്ക്. ഓരോ കുട്ടിയെയും അടുത്തറിയുവാനും അവരിലെ കഴിവുകൾ ജ്വലിപ്പിക്കുവാനും ജീവിതത്തെ ഉൾക്കാഴ്ചയോടും ദീർഘവീക്ഷണത്തോടും കൂടി കൈകാര്യം ചെയ്ത് ലക്ഷ്യത്തിലെത്താൻ സഹായിക്കുന്ന അധ്യാപിക. കുട്ടികൾ അവരുടെ കാതുകളേക്കാൾ വിശ്വസിക്കുക കണ്ണുകളെയാണ്. അധ്യാപകരെ വിദ്യാർത്ഥികൾ ഉത്തമ മാതൃകയായാണ് വീക്ഷിക്കുന്നത്. ഇതെല്ലാം ഒത്തിണങ്ങിയ ശീലമ്മ ടീച്ചർക്ക് മറ്റൊരു ജോലിയും ഇത്രമാത്രം ഒത്തിണങ്ങുകയില്ല. ടീച്ചറുടെ തിരുത്തൽ, സ്നേഹപൂർവമായ ശാസന, ഉപദേശം ഇവ അനേകം ആളുകളുടെ ജീവിതം മാറ്റിമറിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ അവർക്ക് കഴിഞ്ഞു. മാതാ, പിത, ഗുരു, ദൈവം എന്നാണ് നാം പഠിച്ചിരിക്കുന്നത്. അത് വെറുതെ പറഞ്ഞു പഠിച്ചവയല്ല. ഇത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഒരു കൊച്ചുകുട്ടിയുടെ കാര്യത്തിൽ നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാകും. ചില കാര്യങ്ങൾ അവരെ പറഞ്ഞു തിരുത്താൻ നോക്കിയാൽ അവരുടെ മറുപടി ഞങ്ങളുടെ ടീച്ചർ പറഞ്ഞത് ഇങ്ങനെയാണ് എന്നായിരിക്കും. ആര് പറഞ്ഞാലും അധ്യാപകർ പറഞ്ഞതിനെ മറികടക്കാൻ കുട്ടികൾക്ക് എളുപ്പത്തിൽ സാധിക്കില്ല. കൊച്ചുകുട്ടികളുടെ ഹൃദയത്തിൽ അധ്യാപകരുടെ സ്ഥാനം വളരെ വലുതാണ്. അങ്ങനെയുള്ള ഒരാളാണ് നമ്മുടെ ശീലമ്മ ടീച്ചറും. നമ്മുടെ മുന്നിലുള്ള ചിലർ ഉന്തുവണ്ടി പോലെയാണ്. അവരുടെ ലക്ഷ്യത്തിലെത്താൻ തള്ളിക്കൊടുക്കേണ്ടി വരും. ചിലർ ചെറു തോണികൾ പോലെയാണ്. കൂടെ ഇരുന്ന് തുഴയേണ്ടി വരും. ചിലർ പട്ടം പോലെയാണ്. നൂലിൽ പിടിച്ചു നിർത്താൻ നോക്കണം, ലക്ഷ്യം തെറ്റാതെ. ഈ വരികൾ ജീവിതമാക്കിയ ഒരു അധ്യാപികയാണ് നമ്മുടെ ശീലമ്മ ടീച്ചർ. അവർ കുപ്പത്തൊട്ടിയിലെ മാണിക്യങ്ങളെ കണ്ടുപിടിച്ച് നാടിൻ്റെ അഭിമാന നക്ഷത്രങ്ങളാക്കി. മറക്കില്ല ഒരാളും ആ സ്നേഹത്തെ, ആ കരുതലിനെ. ജീവിതത്തിൻ്റെ പകുതി ഭാഗവും തൻ്റെ ജോലിസ്ഥലത്ത് ചെലവഴിച്ച, ചെയ്യുന്ന ജോലിയിൽ 100% ആത്മാർത്ഥതയോടെ ഉള്ള ഒരാളുടെ വിരമിക്കൽ എത്ര വേദനാജനകമാണെന്ന് ഇപ്പോൾ അടുത്തറിയുന്നു. ഓരോ വിട പറയലും ഒരു തുടക്കം കൂടിയാണ്. നമുക്കും നാടിനും വേണ്ടി നാം ഒരുമിച്ചൊരു ഔദ്യോഗിക ജീവിതം മാത്രം ഇവിടെ തീരുകയാണ്. ഒരുമയുടെ ലോകം ഒരിക്കലും വിരമിക്കുന്നില്ല. യാത്ര തുടരുക, പൂർത്തിയാക്കാൻ ബാക്കി വെച്ച പുതിയ തുടക്കങ്ങളിലേക്ക്. ഒരുപാട് സ്നേഹത്തോടെ ഞങ്ങളുടെ പ്രിയ ടീച്ചർക്ക് നന്മകൾ നേരുന്നു.